റാഷിദ് നേരത്തെ പറഞ്ഞു BJP അയോധ്യയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ BJP വോട്ട് പിടിക്കുന്നത് അധികം കാലം നിൽക്കില്ല. റാഷിദ്, ജാതിയുടെ പേരിലല്ലേ ഇപ്പോൾ കോൺഗ്രസ് വോട്ട് പിടിച്ചത്? ജാതി സെൻസസിൻ്റെ പേരിലല്ലേ? OBCയുടെ പേരിലല്ലേ? ജാതിയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാം അല്ലേ? അതിന് നിങ്ങൾക്കൊരു വിരോധവുമില്ല. ജാതിയുടെ പേരിലല്ലേ ഇന്ന് UP വോട്ട് പിടിച്ചിരിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മിണ്ടാൻ പാടില്ല, ഞങ്ങൾ മുസ്ലിം പറയാൻ പാടില്ല, ഞങ്ങൾ ജാതി പറയാൻ പാടില്ല. അതേസമയത്ത് കോൺഗ്രസിന് മുസ്ലിമിന് വാദം കൊടുക്കാം. അതൊരു നിങ്ങൾ ജാതിയെ പറയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്താ അത് പറയാത്തത്? ഏറ്റവും കൂടുതൽ ജാതിയുടെ പേരിൽ വോട്ട് പിടിച്ചതാണ് ഇപ്രാവശ്യത്തെ. നിങ്ങൾ തന്നെ പറയുന്നു യാദവ എന്ന രീതിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തി ജാതിയുടെ പരിവേഷത്തിൽ വോട്ട് പിടിച്ചു. ജാതിയുടെ കാര്യത്തിൽ ജാതി സംവരണം നടപ്പിലാക്കുമെന്നാണ്. അത് ഭരണഘടന അനുവദിക്കുന്നതാണ്. ഭരണഘടനയിൽ പിന്നോക്ക ജാതി ജാതിയുടെ പേരിൽ നിങ്ങൾക്ക് സംസാരിക്കാം അല്ലേ? ചോദ്യം നിങ്ങളെ സംസാരിച്ചത് 1 മിനിറ്റ് മുമ്പ് നിങ്ങൾ പറഞ്ഞതിനെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സംസാരിച്ചതിനെയാണ് ഞാൻ പറയുന്നത്. അവസരം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിനെയാണ് ഞാൻ പറഞ്ഞത്. ജാതിയുടെ കാര്യം ഞാൻ പരാമർശിച്ചില്ല എന്നാണ് ഓർമ്മ. നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അയോധ്യയുടെ പേര് പറഞ്ഞു. അയോധ്യയുടെ പേര് പറഞ്ഞ് അധികം കാലം പോകാൻ പറ്റില്ല. അതെന്ത് മര്യാദയാ? പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ, ഞാൻ പറഞ്ഞ ഭാഗം എന്ത് അങ്ങേക്ക് കൃത്യമായി മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നമ്മുടെ രാജ്യത്ത് അത് ഞാൻ പറയുന്നത് മുസ്ലിം സമുദായം മനസ്സിലായി. സോറി, ഞാൻ ഇടപെടരുത്. അങ്ങ് എന്നെ കേൾക്കാൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരൊറ്റ ചോദ്യം അല്ല റാഷിദ്, ഒരു ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. കോൺഗ്രസ് ജാതിയുടെ പേരിലാണ് വോട്ട് പിടിച്ചത്. നിങ്ങൾ അതിനെ അംഗീകരിക്കണ്ടോ ഇല്ലയോ? അങ്ങ് പറഞ്ഞ ആംഗിളിൽ അങ്ങയുടെ വ്യൂ പ്രകാരം ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസ് വോട്ട് പിടിക്കുന്നില്ല. കോൺഗ്രസ് പറയുന്നത് പിന്നോക്ക ജാതി വിഭാഗത്തിന് പരിഗണന കൊടുക്കാനുള്ള സെൻസസ് നടപ്പിലാക്കും എന്നുള്ളതാണ്. അത് ഭരണഘടന അനുവദിച്ചതാണെന്നാണ് എന്റെ ബോധ്യം. അതിനപ്പുറം അങ്ങ് ഈ വിഷയത്തിലേക്ക് എത്തിക്കാൻ കാരണമായത് അയോധ്യ വിഷയമാണ്. അയോധ്യ വിഷയത്തിലെ ഞാൻ പറഞ്ഞ ഭാഗം എന്നുള്ളത്, അയോധ്യ എന്നുള്ളിടത്ത് പള്ളിയോ അമ്പലമോ എന്തുണ്ടാക്കിയാലും ജനവിധിയാണ് നമ്മളെ മുന്നിലുള്ളത്. പള്ളി അമ്പലം എന്തുണ്ടാക്കിയാലും ഇനിയിപ്പോൾ അടുത്തൊരു പള്ളിയുടെ കാര്യത്തിലാണെങ്കിലും അത് ആ ഇരു സമുദായങ്ങളും തമ്മിൽ സംസാരിച്ച് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതിനപ്പുറം അത് ജനങ്ങളുടെ നിന്ന് വിഭാഗീയത ഉണ്ടാക്കി നമ്മുടെ രാജ്യം എന്നുള്ള നിലക്ക് നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിഷയമാക്കി മാറ്റാതെ ഏത് വിഷയമുണ്ടോ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഗോപാലകൃഷ്ണൻ ആ ഒരു വിഷയമല്ലേ ജാതി? അതിനേക്കാൾ വലിയ പ്രശ്നമല്ലേ ജാതി? ജാതിയുമായിട്ടുള്ള സ്പർദ്ധ ഉണ്ടാക്കി ജാതി സംഘർഷം ജാതിയാക്കി മാറ്റുന്നത് മനസ്സിലായല്ലോ? ശ്രീ ഗോപാലകൃഷ്ണൻ, ജാതിയും മതവും പിടിച്ച് നമ്മൾ അധികം ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. ഇന്നിപ്പോൾ ജനവിധി വന്ന ദിവസമാണല്ലോ. ജനങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്താണല്ലോ. അതിന്റെ ഫലസൂചനകളാണല്ലോ ഇതൊക്കെ നമ്മൾ കാണുന്നത്. കണ്ടോട്ടെ, ജനങ്ങൾ കണ്ടോട്ടെ.